മൺഡേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഇനാമൽ പെയിൻറ്റിൽ അടങ്ങിയിരിക്കുന്ന ഘടക വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് ആയിരുന്നു പറഞ്ഞത്. എന്നാൽ അവയിൽ നിന്നും ഓരോന്ന് തിരഞ്ഞെടുത്ത് കൂട്ടിച്ചേർത്ത് മാനുവലായി പെയിൻറ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പതിവ് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പെയിൻറ്റിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഘടകവസ്തുക്കളും ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ വിശദമാക്കിയിരുന്നല്ലോ. ഇവിടെ മാനുവലായി ഒരു പരീക്ഷണം നടത്തി നോക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി ചില സാധന സാമഗ്രികളൊക്കെ സംഘടിപ്പിക്കണം. അത് ഒന്നാമതായി പെയിൻറ് മിക്സ് ചെയ്യുന്നതിന് ആവശ്യമായ ഒരു മിക്സിംഗ് മെഷീൻ വേണം. അത് വിലയ്ക്ക് വാങ്ങുകയോ വാടകയ്ക്ക് എടുക്കുകയോ ആകാം. വാടകയൊന്നും വലിയ വാടകയൊന്നും ആവുകയില്ല. അടുത്തതായി 3-4 പ്ലാസ്റ്റിക് ട്രേകൾ വേണം. അത് ഇത് ഘടകവസ്തുക്കൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് പുട്ടി ബ്ലേഡുകൾ ഒരു 4 എണ്ണം ആവശ്യമുണ്ട്. പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ പല വലിപ്പത്തിലുള്ളത് ഒരു 3-4 എണ്ണം വേണം. അത് പെയിൻറ് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണം. അതുപോലെ പാലറ്റ് നൈഫ് 3 എണ്ണം. പിന്നെ ബേസായി വൈറ്റ് ലെഡ് 1 കിലോ. വെഹിക്കിളോർ കാരിയറായി ബോയിൽഡ് ലിൻസീഡ് ഓയിൽ ഒരു 3 ലിറ്റർ. ഡ്രയറായി ലിതാർജ് 1 കിലോ. ലെഡ് മോണോക്സൈഡ് എന്നാണ് ഇതിൻ്റെ ശരിയുള്ള പേര്. ലിതാർജിൻ്റെ പേര് ലെഡ് മോണോക്സൈഡ് എന്നാണ്. ഇത് ലിക്വിഡ് രൂപത്തിലും പേസ്റ്റ് രൂപത്തിലും ലഭിക്കും. ഏതായിരുന്നാലും കുഴപ്പമില്ല. അടുത്തത് ഇന്നർട്ട് ഫില്ലറായി ചോക്ക് പൗഡറാണ്. അത് ഒരു 2 കിലോ വേണം. കളറിംഗ് പിഗ്മെൻ്റായി റെഡ് കളർ പെയിൻ്റാണ് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് പരിശോധിക്കുന്നത്. അതിന് റെഡ് ഓക്സൈഡ് 1 കിലോ. അതിൽ സോൾവൻ്റായി ചേർക്കുന്നത് ടർപ്പൻ്റൈനോ ലിൻസീഡ് ഓയിലോ ആകാം. ഏതാണ് ലഭിക്കുന്നതെന്ന് വെച്ചിരുന്നാൽ അത് ഒരു 3 ലിറ്റർ വാങ്ങുക. കൈകളിൽ ഇടുന്നതിനായി ഹാൻഡ് ഗ്ലൗസ് 2-3 പേർ കൂടി വാങ്ങുക. ഓരോ സാധനങ്ങളും അളന്നു ചേർക്കുന്നതിന് അളവ് പാത്രം 1 എണ്ണം വാങ്ങണം. കുറേ വൈറ്റ് കോട്ടൺ വേസ്റ്റും വാഷിംഗ് സോപ്പും ആവശ്യത്തിന് വെള്ളവും കരുതി വയ്ക്കുക. ഓരോരോ സാധനങ്ങളും ഒരു നിശ്ചിത അളവിൽ വേണം ചേർക്കേണ്ടത്. അതിൻ്റെ റേഷ്യോ അവരവർ തന്നെ നിശ്ചയിക്കുക. നിറമൊക്കെ ആവശ്യാനുസരണം ചേർത്താൽ മതിയാകും. നിങ്ങൾക്ക് സംതൃപ്തിയാകുന്ന തരത്തിലുള്ള നിറം എത്തുന്നതുവരെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് മിക്സിങ്ങിലേക്ക് കടക്കാം. ആദ്യമായി കുറച്ച് വൈറ്റ് ലെഡ് ഒരു ട്രേയിൽ ഇട്ടതിന് ശേഷം ഈ വൈറ്റ് ലെഡ് അളന്ന് വേണം ഇടേണ്ടത്. ലിൻസീഡ് ഓയിൽ ചേർത്ത് ഭംഗിയായി കുഴയ്ക്കുക. ഇത് കുഴയ്ക്കുന്നതിന് പുട്ടി ബ്ലേഡോ
പാലറ്റ് നൈഫോ ഒക്കെ ഉപയോഗിക്കാം. കയ്യിൽ ഗ്ലൗസ് നിർബന്ധമായും ധരിച്ചിരിക്കണം. അല്പാൽപമായി ചേർത്ത് കുഴച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. കുഴയ്ക്കുന്നതിന് പാലറ്റ് നൈഫോ പുട്ടി ബ്ലേഡോ സൗകര്യാർത്ഥം തിരഞ്ഞെടുത്തോളൂ. കയ്യിലും ശരീരത്തിലും പുരളാതെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഗ്ലൗസ് നിർബന്ധമായും ധരിക്കുവാൻ പറയുന്നത്. വസ്ത്രങ്ങൾ അയവുള്ളത് ആയിരിക്കരുത്. അതിങ്ങനെ ലൂസായി കിടന്നാൽ ഇതിൻ്റെ പെയിൻറ്റിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സാധനങ്ങളിലൊക്കെ മുട്ടുകയും തട്ടുകയും കയ്യിലൊക്കെ വസ്ത്രങ്ങളിലൊക്കെ പറ്റുകയും ഒക്കെ ചെയ്തേക്കാം. അതുകൊണ്ട് അല്പം ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ തന്നെ ധരിക്കണം. അവരവരുടെ പേഴ്സണൽ സേഫ്റ്റി അത് അവരവർ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. ഇനി അടുത്തതായിട്ട് കളറാണ് ചേർക്കാനുള്ളത്. അത് നമ്മൾ ചേർക്കുന്ന കളർ ആദ്യം തന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, വാങ്ങിയിരിക്കും. ആ റെഡ് ഓക്സൈഡ് നന്നായി പൊടിക്കണം. പൊടിഞ്ഞത് തന്നെ വാങ്ങുവാൻ കിട്ടും. നമ്മൾ പിന്നെ രണ്ടാമത് പൊടിക്കേണ്ടി വരുന്നില്ല. നല്ല ഭംഗിയായി നല്ല പിഗ്മെൻ്റ് രൂപത്തിലാക്കി വച്ചിരിക്കുന്നത് തന്നെ വാങ്ങുവാൻ ലഭിക്കും. ഇതെല്ലാം ലഭിക്കുന്ന കടകൾ എവിടെയുണ്ടെന്ന് ആദ്യം തേടി പിടിക്കണം. അത് നമുക്ക് പറഞ്ഞു തരാൻ അറിയില്ല, അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ വേണം. അങ്ങനെ നല്ലതുപോലെ പൊടിഞ്ഞ ഈ റെഡ് ഓക്സൈഡ് അതും ഒരു ട്രേയിൽ കുറച്ച് ഇട്ടിട്ട് അതിലും ലിൻസീഡ് ഓയിൽ അല്പാൽപമായി ചേർത്ത് കുഴച്ച് പേസ്റ്റ് രൂപത്തിലാക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലായി കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഒരു ഡ്രമ്മിൽ കരുതിയിട്ടുള്ള കണ്ടെയ്നർ മതി. നമ്മൾ കരുതിയിട്ടുള്ള കണ്ടെയ്നർ ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണത്തിൽ ഈ രണ്ട് മിശ്രിതവും കൂടി കൂട്ടി യോജിപ്പിക്കണം. ആവശ്യമെങ്കിൽ ഇന്നർട്ട് ഫില്ലർ ആയ ചോക്ക് പൗഡർ കൂടി മറ്റൊരു ട്രേയിൽ ലിൻസീഡ് ഓയിൽ ചേർത്ത് കുഴച്ച് പേസ്റ്റ് രൂപത്തിലാക്കി അതും ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുക. അങ്ങനെ ഈ 3 മിശ്രിതങ്ങളും ഭംഗിയായി മിക്സ് ചെയ്യുകയാണ് അടുത്തത്. അത് ആ മിക്സിംഗ് മെഷീൻ ഉപയോഗിച്ച് മിക്സ് ചെയ്തിരുന്നാൽ ഭംഗിയായി മിക്സ് ചെയ്യുവാൻ കഴിയും. നല്ല ഭംഗിയായി മിക്സ് ചെയ്ത് കിട്ടും. അതിൻ്റെ ഡ്രമ്മിൻ്റെ മുകളിൽ ഒരു ലിഡ് വെച്ച് അടച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് തെറിച്ച് പുറത്തേക്ക് വീഴാതിരിക്കുന്നതിനുള്ള സൗകര്യാർത്ഥമുള്ള സൗകര്യങ്ങളും നിങ്ങൾ തന്നെ ഒരുക്കിക്കൊള്ളണം. അടുത്തതായി സോൾവൻ്റായി കരുതിയിട്ടുള്ള ടർപ്പൻറ്റൈനോ അല്ലെങ്കിൽ ബോയിൽഡ് ലിൻസീഡ് ഓയിലോ ഇതിലേതെങ്കിലും അല്പാൽപമായി ചേർത്ത് കൊടുക്കുക. അങ്ങനെ മിക്സായി പെയിൻറ്റിൻ്റെ രൂപത്തിലെത്തും വരെ മെഷീൻ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. ഈ മെഷീന് ലോ സ്പീഡിലും മീഡിയം സ്പീഡിലും ഹൈ സ്പീഡിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ളതാണെങ്കിൽ ഏറെ നന്ന്. ഇപ്പം ലോ സ്പീഡിൽ തന്നെ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഏകദേശം നല്ല ചുവപ്പ് നിറത്തിലുള്ള ഇനാമൽ പെയിൻറ്റ് തയ്യാറായി കഴിഞ്ഞു. സാധനങ്ങളുടെ ചേരുവ, അവയുടെ അനുപാതം എന്നിവ അവരവർ തീരുമാനിച്ച് കണ്ടുപിടിക്കുക. നിറത്തിന് നിങ്ങൾ തന്നെ ഒരു പേരും നൽകുക. എന്നിട്ട് നല്ല ഒരു പെയിൻറ്റ് സ്ട്രെയിനറിൽ കൂടി അരിച്ച് മറ്റൊരു ഡ്രമ്മിൽ സൂക്ഷിക്കുക. സ്ട്രെയിനർ എന്ന് പറഞ്ഞാൽ അരിപ്പ. ആ അരിപ്പ ഉപയോഗിച്ച് നന്നായി അരിച്ച് മറ്റൊരു ഡ്രമ്മിൽ സൂക്ഷിക്കുക. ഉപയോഗിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ടർപ്പൻറ്റൈൻ അല്ലെങ്കിൽ ഇനാമിൽ തിന്നർ ചേർത്ത് ലൂസ് ചെയ്ത് ബ്രഷ് ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. പെയിൻറ്റ് ടിന്ന് അടച്ചു വയ്ക്കുമ്പോൾ അതിന് മുകളിൽ, പെയിൻറ്റിന് മുകളിൽ മിക്സ് ആകാതെ അല്പം തിന്നറോ അല്ലെങ്കിൽ ടർപ്പൻറ്റൈനോ ലിൻസീഡ് ഓയിലോ അല്പം ഒഴിച്ച് നിർത്തിയിരുന്നാൽ
കട്ട പിടിക്കാതെ ഇരിക്കുവാൻ, പെട്ടെന്ന് ഉണങ്ങാതെ ഇരിക്കുവാനും സഹായിക്കും. പിന്നീട് നമ്മൾ തുറക്കുമ്പോഴും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം എടുത്ത് ഉപയോഗിക്കേണ്ടത്. ഇത് വൻതോതിൽ നിർമ്മിക്കുമ്പോൾ മിക്സിംഗ് മെഷീൻ, കളർ മില്ല് തുടങ്ങിയ മെഷീനറികളും വലിയ ഡ്രമ്മുകളിൽ കൂടുതൽ അളവിൽ മിക്സ് ചെയ്യുന്നതിന് ആവശ്യമായ ഡ്രമ്മുകളും ഒക്കെ സജ്ജീകരിക്കേണ്ടതുണ്ട്. ഇത് തയ്യാറാക്കി ഓരോ ബാച്ച് നമ്പറും നൽകുക. ഓരോ പ്രാവശ്യം ഒരു വലിയ ഡ്രമ്മിൽ നിറയ്ക്കുമ്പോൾ അതിന് ഒരു നമ്പർ, അതിനാണ് ഒരു ബാച്ച് എന്ന് പറയുന്നത്, അതിനൊരു നമ്പറും നൽകുക. നമ്മൾ കണ്ടിട്ടില്ലേ, ടിന്നിൻ്റെ പുറത്തൊക്കെ ബാച്ച് നമ്പർ എന്ന് എഴുതിയിരിക്കും. ഓരോ പ്രോഡക്റ്റിൻ്റെ മുകളിലും ബാച്ച് നമ്പർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അത് തന്നെ. കൂടാതെ കളർ മിക്സിങ്ങിനും മറ്റുമായി ലാബ് സൗകര്യവും ഒരുക്കണം. ഇതെല്ലാം വൻതോതിൽ നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ മതിയാകും ലാബ് സൗകര്യങ്ങളെല്ലാം. അല്ലാതെ തന്നെ മാനുവലായി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ലാബ് സൗകര്യങ്ങളൊന്നും ഒരുക്കേണ്ടതില്ല. നമ്മളത് പരിശോധിക്കണം. ഒന്ന് രണ്ടല്ല കുറേ പ്രാവശ്യം മിക്സ് ചെയ്ത് പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു നല്ല ഒരു അനുഭവം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. നല്ല ഒരു റിസൾട്ട് കിട്ടും, സംശയിക്കേണ്ടതില്ല, പൂർണ്ണമായും വിശ്വസിക്കാവുന്നതാണ്. ഇങ്ങനെ ആയിരുന്നു ആദ്യമൊക്കെ പെയിൻ്റ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ വൻതോതിൽ വലിയ പ്ലാന്റുകളിലാണ് നിർമ്മിക്കുന്നത്. നിർമ്മാണ ചെലവ്, സാധനങ്ങളുടെ ലഭ്യത, ട്രാൻസ്പോർട്ടിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണക്കാക്കി വിലയും നിശ്ചയിക്കുവാൻ കഴിയും. വേണ്ടത്ര സുരക്ഷിതത്വം പാലിക്കുവാൻ പൂർണ്ണമായും ശ്രദ്ധിക്കണം. അതിനാവശ്യമായ ഉപകരണങ്ങളും എല്ലാ നിയമ കാര്യങ്ങളും വേണ്ട രീതിയിൽ ഒരുക്കിക്കൊള്ളണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. ഇനി മറ്റൊരു വിഷയവുമായി വരും വരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.